അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പുതിയ താരീഖിലെ ഒന്നാമത്തെ പാഠം കൂടിയാലോചന, ഈ പാഠഭാഗമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ 6ാം ക്ലാസ്സിലെ താരീഖിൽ ഭരണപ്രവർത്തനങ്ങളാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പാഠം കൂടിയാലോചന. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരി. അപ്പോൾ മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരി ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ സഹാബികൾ ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ യോഗം ചേർന്നു. എവിടെയാണ് യോഗം ചേർന്നത്? സഹാബികൾ ബനൂ സായിദ ഗോത്രക്കാരുടെ, അണ്ടർലൈൻ ചെയ്തു വെക്കുക, സഹാബികള് ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ യോഗം ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഖലീഫ എന്ന് തീരുമാനിക്കാനായിരുന്നു ആ യോഗം. എന്തിനായിരുന്നു ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സഹാബികൾ യോഗം ചേർന്നത്? ആരാണ് അടുത്ത ഖലീഫ എന്ന് തീരുമാനിക്കാനായിരുന്നു ആ യോഗം. വിശദമായ ചർച്ചയ്ക്ക് ഒടുവിൽ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം കൈ നീട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി ബൈഅത്ത് ചെയ്തു. തുടർന്ന് മുഹാജിറുകളും അൻസാറുകളും ബൈഅത്ത് ചെയ്യുകയും ഒന്നാം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൈ നീട്ടാൻ ആവശ്യപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞാല് നിങ്ങൾ പാഠത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഖലീഫയായി അംഗീകരിച്ചു കൊണ്ടുള്ള പ്രതിജ്ഞ. നമ്മൾ കൈ കൊടുത്തിട്ട് നമ്മൾ പറയില്ലേ, നിങ്ങളാണ് അടുത്ത ഭരണാധികാരി, അപ്പോൾ എല്ലാവരും അതിൻ്റെ മേലെ കൈവെക്കും അല്ലേ, ഞങ്ങളും അംഗീകരിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി ചെയ്യുന്നതിനാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, പാഠത്തിന്റെ അവസാനത്തിലുണ്ട്. ഖലീഫ എന്നാൽ ഇസ്ലാമിക ഭരണാധികാരിയായിട്ട് അംഗീകരിച്ചു കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അധികാരം ഏറ്റ ശേഷം അവിടുന്ന് നടത്തിയ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു, അതായത് അധികാരമേറ്റ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രഖ്യാപനം, അതിൽ പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളിൽ ഒരുവനാണ്, നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല. ഞാൻ നല്ലത് ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ തിന്മ ചെയ്താൽ നിങ്ങൾ എന്നെ തിരുത്തണം. എത്ര വിനയത്തോടെയാണ് ഈ സംസാരം! സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രഖ്യാപനം എന്താണ്? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളിൽ ഒരുവനാണ്, നിങ്ങളെപ്പോലുള്ള ഒരാൾ, നിങ്ങളിൽ പെട്ട ഒരാളാണ്. നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല. ഞാൻ നല്ലത് ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ തിന്മ ചെയ്താൽ നിങ്ങൾ എന്നെ തിരുത്തുകയും വേണം എന്ന് വിനയത്തോടെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ ഈ നയപ്രഖ്യാപനം നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ക്രിസ്താബ്ദം 573-ലാണ്. 573-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 571-ലും അവിടുത്തെ ജനനത്തിന്റെ 3-ാം വർഷം 573-ലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആദ്യ നാമം അബ്ദുൽ കഅബ എന്നായിരുന്നു. ആദ്യത്തെ നാമം അബ്ദുൽ കഅബ എന്നായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ നാമം ഏത്? അബ്ദുൽ കഅബ എന്നായിരുന്നു. അത് മാറ്റി അബ്ദുള്ള എന്ന് പേര് നൽകിയത് നബി തങ്ങളായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുൽ കഅബ എന്ന പേര് മാറ്റിയത് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അബ്ദുള്ള എന്നാണ് പിന്നെ പേര് നൽകിയത്. സിദ്ദീഖ് എന്നത് സ്ഥാനപ്പേരും അബൂബക്കർ ഓമനപ്പേരുമാകുന്നു. സിദ്ദീഖ് എന്നത് സ്ഥാനപ്പേരും അബൂബക്കർ എന്നത് ഓമനപ്പേരുമാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ നാമം അബ്ദുള്ള. അത് നൽകിയത് നബി തങ്ങളായിരുന്നു. ആദ്യ നാമം അബ്ദുൽ കഅബ്. സിദ്ദീഖ് എന്നത് സ്ഥാനപ്പേരും അബൂബക്കർ എന്നത് ഓമനപ്പേരുമാണ്. അപ്പം അത് എല്ലാ പേരുകളും നന്നായി മനസ്സിലാക്കണം. നമുക്ക് മാച്ച് ചെയ്യാനൊക്കെ ബോക്സിൽ പേരുകൾ നൽകിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും, മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരവധി കാര്യങ്ങളിൽ
ഒന്നാമനായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നിരവധി കാര്യങ്ങളിൽ മഹാനവറുകൾ ഒന്നാമനാണ്. ഇവിടെ പോയിന്റുകളായിട്ട് 5 കാര്യങ്ങൾ പറയുന്നു, നമുക്ക് മനസ്സിലാക്കാം. പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. പുരുഷന്മാരിൽ ആദ്യം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാം സ്വീകരിച്ചത്. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി. ഖുർആന് ഒരു ഗ്രന്ഥമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടു. അതാണ് ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞത്. അടുത്തതാ, ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് നൽകി. ക്രോഡീകരിക്കപ്പെട്ടിട്ട് മുസ്ഹഫ് എന്ന് പേര് നൽകിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഖലീഫ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടു. ഒന്നാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബിയുടെ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിൽ കടക്കും. അപ്പോൾ ഇങ്ങനെ 5 വിശേഷണങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. നബി തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. നബി തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. ഇനി നമുക്ക് അടുത്ത ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ്. എന്താണ്? നേതൃത്വത്തിന് അനിവാര്യത. നേതൃത്വത്തിന് അനിവാര്യത. അപ്പോൾ ഈ പാഠത്ത് നിന്ന് നമുക്ക് നേതൃത്വത്തിൻ്റെ അനിവാര്യതയെ കുറിച്ചിട്ട് മനസ്സിലായി. പിന്നെ തീരുമാനങ്ങൾക്ക് മുമ്പ് കൂടിയാലോചന നടത്തി. പിന്നെ നേതൃത്വത്തിൻ്റെ വിനയവും ഉത്തരവാദിത്ത ബോധവും, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലായി. പിന്നെ ഖലീഫ, ഇസ്ലാമിക ഭരണാധികാരി, ബൈഅത്ത്, ഖലീഫയെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ്. ഇനി നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. നമുക്ക് തദ്രിബാത്തിൽ ചോദ്യങ്ങളോ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും പാഠഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ചോദ്യോത്തരങ്ങളായിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഉത്തരം പറയാനാണ്. ഒന്നാമതായിട്ട് എന്താണ്? ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള കൂടിയാലോചന നടന്നത് എവിടെ വെച്ചായിരുന്നു? നമ്മൾ പാഠം വായിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ആൻസർ എഴുതാം. ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച്. അപ്പോൾ ഇതൊക്കെ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയതുകൊണ്ട് പാഠത്തിൽ നോക്കി തെറ്റില്ലാതെ എഴുതാം. മനസ്സിലാക്കണം കേട്ടോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം ബൈഅത്ത് ചെയ്തത് ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് കൈനീട്ടി ബൈഅത്ത് ചെയ്തത്. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 3 സവിശേഷതകൾ. നമ്മളവിടെ 5 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള 3 എഴുതാം. അപ്പോൾ ഇവിടെ എഴുതിയത്, പുരുഷന്മാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി. ഖുർആനിന് മുസഹഫ് എന്ന് പേര് നൽകി. അതൊക്കെ നമുക്ക് എഴുതാം. അടുത്തത്, ഖലീഫ എന്ന് പറയുന്നത് ആർക്കാണ്? ഇസ്ലാമിക ഭരണാധികാരിക്ക് ആണ് ഖലീഫ എന്ന് പറയുന്നത്. ആദ്യത്തെ ഖലീഫയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനി ശരി മാർക്ക് ചെയ്യാനാണ്. എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യ നാമം എന്തായിരുന്നു? ആദ്യ നാമം അബ്ദുൽ കഅബ് എന്നായിരുന്നു. അത് നമുക്ക് അവിടെ ശരി അടയാളപ്പെടുത്താം. ഇനിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാകുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അത് നമുക്കവിടെ ടിക്കടയാളപ്പെടുത്താം. ഇനിയാ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി നടത്തിയ നയപ്രഖ്യാപനം എന്തായിരുന്നു? ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല. അത് പറഞ്ഞതാണ്. അപ്പം നമുക്കതവിടെ ടിക്കടയാളപ്പെടുത്താം. അടുത്തത്, ഞാൻ അധികാരത്തെ കൊതിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞോ? ഇല്ല. അപ്പം അതവിടെ അടയാളപ്പെടുത്തണ്ട. ഇനി നിങ്ങൾ എന്നെ സഹായിക്കണം. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പം നമുക്ക് ടിക്കടയാളപ്പെടുത്താം. പിന്നെ നിങ്ങൾ എന്നെ തിരുത്തണം. തെറ്റ് ചെയ്താൽ
നിങ്ങൾ തന്നെ തിന്മ ചെയ്താൽ നിങ്ങൾ തന്നെ തിരുത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെ ടിക്ക് അടയാളപ്പെടുത്താം, മറ്റത് ഒന്നും അടയാളപ്പെടുത്തണ്ട. അപ്പം ഇത്രയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് വീഡിയോ മാറ്റി ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.